ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുവിനെ സന്ദർശിച്ചവരും യേശു സന്ദർശിച്ചവരും ആയവരെ കുറിച്ചുള്ള ഈ പഠനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് യേശു ലാസറിൻ്റെ സഹോദരിമാരായ മാർത്തയും മറിയയും സന്ദർശിക്കുന്നതാണ്. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിലാണ് നാം ഇത് കാണുന്നത്. ആ വാക്യങ്ങൾ എല്ലാവർക്കും സുപരിചിതവുമാണ്. കർത്താവായ യേശുക്രിസ്തു ബഥാന്യയിലെ ഈ കുടുംബത്തിൻ്റെ ഒരു കുടുംബ സുഹൃത്തായിരുന്നു. യേശു കൂടെ അവിടെ പോകുമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ആ രണ്ട് സഹോദരിമാരുടെ ഏക സഹോദരനായ ലാസറിന് ദീനമുണ്ടായത്. ആ സമയത്ത് യേശു അല്പം ദൂരെയായിരുന്നു. ആ സഹോദരിമാർ യേശുവിനെ ആളയച്ച് അറിയിച്ചു, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. പക്ഷേ യേശു അവരോട് കൂടെ വന്നില്ല. തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ ദീനം മരണത്തിനല്ല, ഈ ദീനം ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിനാണ്. യേശു പിന്നീട് ശിഷ്യന്മാരോട് പറഞ്ഞു, ലാസർ മരിച്ചിരിക്കുന്നു. ഇതറിഞ്ഞിട്ടും യേശു പിന്നെയും അവിടെ താമസിച്ച് ശുശ്രൂഷകൾ തുടർന്നു. അതിനുശേഷമാണ് യേശു ബഥാന്യയിലെത്തിയത്. ബഥാന്യയിലേക്ക് വരുന്ന വഴിയാണ് സക്കായിയുടെ വീട്ടിൽ താമസിച്ചത് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. എന്തായാലും ബഥാന്യയിൽ എത്തിയപ്പോഴേക്കും ലാസർ മരിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ കർത്താവ് അവൻ ദീനമായി കിടക്കുന്നുവെന്ന് അറിയിച്ചിട്ട് ഓടിച്ചെല്ലാതിരുന്നത്? എന്തുകൊണ്ടാണ് മരിച്ചു കഴിഞ്ഞിട്ടും യേശു അലസനായിരുന്നത്, അല്ലെങ്കിൽ ഗൗരവമായിട്ട് അതിനെ എടുക്കാതിരുന്നത്? ഒരു വലിയ അത്ഭുതം ആ വീട്ടുകാരും നാട്ടുകാരും കാണണം. യേശുവിനെ മരിച്ചവർ ഉയർപ്പിക്കുവാൻ, മരിച്ച് 4 നാളായി നാറ്റം വെച്ച ആളെ ഉയർപ്പിക്കുവാൻ കഴിവുണ്ട്. അല്ലെങ്കിൽ ഭാവിയിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ട് മരിച്ച് മണ്ണോട് മണ്ണായി തീർന്ന ആളുകളെ ഉയർപ്പിക്കുവാൻ, തേജസ്കരിക്കുവാൻ കർത്താവിന് കഴിവുണ്ടെന്നുള്ളത് തെളിയിക്കുവാൻ ഈ ഒരു സംഭവം ആവശ്യമായിരുന്നു. താൽക്കാലികമായിട്ട് ആ സഹോദരിമാർക്ക് ദുഃഖമുണ്ടായി എന്നുള്ളത് ശരിയാണ്. ആളുകൾ അവരെ നിന്ദിച്ച് കാണും. നിങ്ങൾ യേശുവിനെ വിളിക്കുകയും സൽക്കരിക്കുകയും ഒക്കെ ചെയ്തിട്ട് എന്തുകൊണ്ട് നിങ്ങളുടെ ഒരു ആവശ്യത്തിൽ സമയത്ത് യേശു വന്നില്ല എന്നൊക്കെ അവർ പറഞ്ഞ് പരിഹസിച്ച് കാണും. പക്ഷേ നമ്മുടെ കർത്താവ് ആ സംഭവത്തിലൂടെ ഒരു വലിയ സത്യം ലോകത്തെ അറിയിക്കുവാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് യേശു വെയിറ്റ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, യേശു വന്ന് ആ സഹോദരിമാരോട് ചോദിച്ചു, അവനെ വെച്ചത് എവിടെയാണ്? അവരെ സ്ഥലം കാണിച്ചു കൊടുത്തു. പക്ഷേ അവിടെ നാറ്റമായിരുന്നു. കല്ല് നീക്കുവിനെന്ന് യേശു പറഞ്ഞു. കല്ല് നീക്കാതെ തീർച്ചയായിട്ടും യേശുവിനെ ഉയർപ്പിക്കാനായിട്ട് സാധിക്കും. പക്ഷേ അത് കാണുന്ന ആളുകൾക്ക് ആ ശവം അവിടെ ഉണ്ടായിരുന്നുവെന്നും നാറ്റമുണ്ടായിരുന്നുവെന്നും ഒക്കെ മനസ്സിലാകാൻ വേണ്ടി ആണങ്ങനെ ചെയ്തത്. അവർ കല്ല് നീക്കി ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ കെട്ടപ്പെട്ടവനായി ലാസർ പുറത്തു വന്നു. യഹൂദന്മാർ ശവം അടക്കുമ്പോൾ കാലുകൾ കൂട്ടിക്കെട്ടും, കൈകൾ കൂട്ടിക്കെട്ടും, പിന്നെ താടി കെട്ടും, കണ്ണ് അടച്ചു കെട്ടും, അതുപോലെ സർവാംഗം തുണി കൊണ്ട് ചുറ്റിക്കെട്ടും. അങ്ങനെയാണ് ലാസർ പുറത്തു വന്നത്. അങ്ങനെ തന്നെയാണ്. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, അവൻ്റെ കെട്ടഴിപ്പിനവൻ പോകട്ടെ. അവർ കെട്ടഴിച്ചു. ലാസർ നടക്കാൻ തുടങ്ങി. ലാസറിന് ജീവൻ കിട്ടിയെന്ന് മാത്രമല്ല, രോഗവും മാറി. പ്രിയപ്പെട്ടവരെ,
യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകളുടെ 2 പ്രധാന ദൗത്യങ്ങൾ നമ്മളിവിടെ കണ്ടു. 1, കല്ല് നീക്കുക. 2, കെട്ടഴിക്കുക. കല്ല് നീക്കുക എന്നുള്ളതിന് ഒരുപാട് ആത്മീക അർത്ഥങ്ങളുണ്ട്. ആളുകൾ ആത്മീക ജീവൻ പ്രാപിക്കുവാൻ തടസ്സമായിട്ടുള്ളതിനെ നമ്മൾ മാറ്റുക. 2, അവര് ജീവൻ പ്രാപിച്ച രക്ഷിക്കപ്പെട്ട ആളുകൾ പ്രവർത്തന നിരതരാകേണ്ടതിന് അവരുടെ കാലിൻ്റെയും കൈയുടെയും കണ്ണിൻ്റെയും കാതിൻ്റെയും ഒക്കെ കെട്ടുകൾ അഴിക്കുക. ഇതാണ് എല്ലാ വിശ്വാസികളും ചെയ്യേണ്ടത്. മറ്റുള്ള ആളുകൾക്ക് നമ്മൾ തടസ്സമാകാൻ പാടില്ല. അവരുടെ തടസ്സങ്ങളെ അവർ ദൈവത്തെ അറിയാൻ, ജീവൻ പ്രാപിക്കാൻ അവരുടെ തടസ്സങ്ങളെ നമ്മൾ മാറ്റണം. നാം നിമിത്തമാണ് അവർ ദൈവഭാഗത്തേക്ക് വരാതിരുന്നതെന്ന് വരാൻ പാടില്ല. 2, രക്ഷിക്കപ്പെട്ട ആളുകളുടെ കാര്യത്തിൽ അവരെ ആത്മീകരാക്കാൻ, നന്നായിട്ട് നടക്കാനിടയാകണം, നന്നായി പ്രവർത്തിക്കാനിടയാകണം, നന്നായി കാണാനിടയാകണം, നന്നായി കേൾക്കാനിടയാകണം. അതിനുവേണ്ടി തടസ്സങ്ങളെ മാറ്റാനായി മറ്റുള്ളവർക്ക് സാധിക്കണം എന്നുള്ളൊരു നല്ല പാഠം കർത്താവിടെ നമുക്ക് നൽകുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പഠനത്തിലൂടെ ഞാൻ ആളുകൾ കർത്താവിനെ അറിയാൻ തടസ്സമായതൊക്കെ ഞാൻ മാറ്റും. എൻ്റെ പരിചയത്തിലും ബന്ധത്തിലും പെട്ട ആളുകളുടെ കാര്യത്തിൽ ഞാൻ ഒരു തടസ്സമാവുകയില്ല. ഞാൻ ആ കല്ലിനെ മാറ്റും എന്ന് തീരുമാനിക്കുക. അതുപോലെ എൻ്റെ സഭയിലുള്ള ആളുകൾ നന്നായി പ്രവർത്തിക്കാനും കാണാനും കേൾക്കാനും ഇടയാകേണ്ടതിന് തീർച്ചയായിട്ടും അവരുടെ കെട്ടുകളെ ഞാൻ അഴിക്കും, എന്നാലാവത് ഞാൻ ചെയ്യും എന്ന് ഒരു തീരുമാനം നമുക്കെടുക്കാം. കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.